ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ലൈഫിലൊരു വലിയൊരു ആഗ്രഹമാണ് നമുക്കൊരു വീടും ഒരു കാറും. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ലൈഫിൽ കുറേ അധികം ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നല്ല, ഒരു ചെറിയ കാറായാലും എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുടുമോനെയൊക്കെ കൊണ്ട് എപ്പോഴും നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ അത്യാവശ്യം വരും. അപ്പോൾ നമ്മൾ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് പിന്നെ റെൻറ്റിന് വിളിച്ച് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മക്കളുകൾ ഒന്നാമത്തെ കാര്യം കാറിലായാലും നമ്മൾക്കൊന്ന് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വണ്ടിയിലായാലും ഇരിക്കുമ്പോൾ എനിക്ക് എന്നെ പോലെയുള്ള അമ്മമാർക്ക് ആകെ ഒരു അസ്വസ്ഥതയായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, മറ്റൊരാളുടെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സുടുമ്പോൾ കാണിക്കണാവോ എന്നുള്ളൊരു വിഷമത എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് മേടിക്കണ വണ്ടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ എനിക്കത് എൻ്റെ മനസ്സിൽ തോന്നുന്നതാണോ എന്നറിയില്ല, പക്ഷേ എനിക്കത് അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ റിലേഷനിൽ പെട്ട ഒരാളിൽ നിന്നല്ല, നമ്മുടെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് കേട്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതാണ് എനിക്കത് അപ്പോൾ അങ്ങനെ വിഷമം തട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും അത് ആലോചിക്കാറുണ്ട്. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു എൻ്റെ ഏട്ടനോ ആരെങ്കിലും ഒരാൾക്കെങ്കിലും കാറ് വാങ്ങിച്ചാൽ മതി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹം അങ്ങനെ സാധിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്കത് കിട്ടി. ഞങ്ങൾ സുടുമോനെയും കൊണ്ട് അപ്പോൾ ഒന്ന് അമ്പലത്തിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. സുടുമോനെയും കൊണ്ട് ഇങ്ങനെ കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അമ്പലത്തിലേക്കൊക്കെയാണ് കേട്ടോ ഒന്ന് പോവാറ്. പിന്നെ ഇപ്പം മാമനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ ലീവിനാണ് കേട്ടോ വന്നേക്കണത്. അപ്പോൾ അതൊരു ചെറിയൊരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനതൊക്കെ പിന്നീട് പറയാം നിങ്ങളോട്. അപ്പോൾ അതിൻ്റെ ഒരു അത്യാവശ്യത്തിനാണ് മാമൻ ഇപ്പോൾ വന്നേക്കണത്. അപ്പോൾ ഉള്ള സമയമായാലും നമ്മുടെ സുടുമോനെ ഇപ്പോൾ കാറൊക്കെ വാങ്ങിച്ചപ്പോൾ സുടുമോനെയും കൊണ്ട് എന്നാലും എൻ്റെ ഏട്ടൻ ഹാപ്പിയാണ് കേട്ടോ, ഞങ്ങളും ഹാപ്പിയാണ് സത്യത്തിൽ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കാറ് സ്വന്തമായിട്ട് വാങ്ങിക്കുക എന്നുള്ളത്. ഞങ്ങളൊരു സെക്കൻഡ് ഹാൻഡാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ നമുക്കിപ്പോൾ യാത്ര ചെയ്യാൻ ഇതൊക്കെ മതി. അപ്പോൾ നമുക്ക് അത്യാവശ്യം പോകാനും വരാനും നമ്മുടെ ഇഷ്ടത്തിന് ഒത്തു പോകാനും ഒക്കെ ഇത് മതി അല്ലേ. അപ്പോൾ നമുക്കിത് ദൈവം സഹായിച്ച് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഭംഗിയായിട്ട് നടത്തി തരുന്നുണ്ട് ദൈവം. ഇനി ഞങ്ങളുടെ സുടുമോൻ്റെ വീടിൻ്റെ പണി അത് കുറച്ചും കൂടി ഉണ്ട്, നമുക്കിപ്പോൾ കയറാനായിട്ടൊന്നും സാധിച്ചിട്ടില്ല. നമ്മളെന്തെങ്കിലും കയറും, ഞാനെന്തെങ്കിലും നിങ്ങളെ അറിയിക്കും എല്ലാവരും. അപ്പോൾ പാല് കാച്ചൽ എന്തെങ്കിലും ഇപ്പം ഉണ്ടാവില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്യാഷിൻ്റെ കുറച്ച് അത്യാവശ്യങ്ങളും കാര്യങ്ങളും വന്നു. അപ്പോൾ അത് കാരണം പിന്നെ അത് തന്നെയല്ല, ഇപ്പോൾ ഇനി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തന്നെ കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ട് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏട്ടൻ വന്നിട്ട് ചേട്ടൻ എൻ്റെ ഹസ്ബൻഡാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസംബറൊക്കെ ആവട്ടെ വരുമ്പോൾ. അപ്പോൾ ആൾ പോണതിൽ മുൻപായിട്ട് കയറാമെന്നാണ് ഇനിയിപ്പോൾ വിചാരിച്ചേക്കണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരിയൊക്കെ ആവും. അപ്പോഴേക്കും 2 മാസം എന്തെങ്കിലും ചേട്ടൻ നാട്ടിലുണ്ടാവും. അപ്പോൾ 2 പേർക്കും കൂടി മാമനും ആ ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴേക്കും വരാമെന്നുള്ളൊരു ഇതിലാണ്. വന്നില്ലെങ്കിൽ നമ്മളോട് പാല് കാച്ചി കയറിക്കോളാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ജനുവരിയോ ഫെബ്രുവരിയോ ഒക്കെ ആയിട്ടാണ് നമ്മളിനി കയറണുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തൊട്ടടുത്ത് ഇപ്പുറത്ത് തന്നെ വീട് പണിയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ കുറച്ച് നാളും കൂടി ഇവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറാമെന്ന് വിചാരിച്ചേക്കണത് കേട്ടോ. എന്തായാലും അച്ഛനും അമ്മയും എൻ്റെ അടുത്തേക്ക് തന്നെ വരേണ്ടി വരും, മാറി ആരെങ്കിലുമൊക്കെ ആയിട്ട്. എന്തായാലും എനിക്കൊരാളുടെ സഹായം ഇല്ലാണ്ട് ഒന്നിനും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്കിവിടെ വീട് തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ വെച്ചേക്കണത് കേട്ടോ. നമുക്കൊരാളെ ആശ്രയിക്കാണ്ട് ജീവിക്കാനൊന്നും എന്തെങ്കിലും പറ്റില്ല. പിന്നെ പറ്റണ പിള്ളേരുകളുണ്ടാവുമ്പോൾ നമ്മുടെ സുടുമോൻ്റെ അവസ്ഥ അനുസരിച്ചിട്ട് ഒരാളില്ലാണ്ട് പറ്റില്ല കേട്ടോ. നമുക്കിവിടെ അടുത്ത് എവിടെയെങ്കിലും കിടത്തിയിട്ടൊന്നും മാറാൻ വരെ നമ്മുടെ സുടുമോൻ്റെ അടുത്തൊന്നും പറ്റില്ല. അതേപോലത്തെയാണ് നമ്മുടെ സുടുമോൻ. അത്രയും ഹൈപ്പറും ഇതൊക്കെ കൂടിയതാണ് കേട്ടോ. പിന്നെ ഏത് നേരം ഇങ്ങനെ ഈ അപസ്മാരം വരുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് ആകെ പേടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സുടുമോനെയും കൊണ്ടാണ് കേട്ടോ പോണത്. ഇപ്പോൾ എന്നെ ഒറ്റയ്ക്ക് അയക്കാനായാലും അച്ഛനും അമ്മയ്ക്കായാലും ആങ്ങളൊക്കെയായാലും ഒരു പേടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ദിവസം മുമ്പ് അങ്ങനെ നമ്മുടെ കൺമുന്നിൽ കിടന്നിങ്ങനെ പെടയനെ കാണുമ്പോൾ നമുക്കതൊരു വിഷമം, വല്ലാത്തൊരു വിഷമമാണ്. ഏതമ്മമാർക്കായാലും സ്വന്തം മക്കളിങ്ങനെ കിടന്നിങ്ങനെ കാണിക്കുന്ന കാണുമ്പോൾ എന്തായാലും കണ്ണ് നിറഞ്ഞ് കരയും എന്തായാലും. അപ്പോൾ എനിക്കും അങ്ങനൊരു അവസ്ഥ വന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ഷിവറിങ് ആയിട്ട് കാണിക്കുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും അധികം സുടുമോന് ഇങ്ങനെ ഫിക്സ് ഇങ്ങനെ വന്നിട്ടില്ല കൂടുതലായിട്ട്. അപ്പോൾ 2 ദിവസം മുൻപ് വെളുപ്പിന് ഇങ്ങനെ വന്നു. അപ്പോൾ തന്നെ അത് 1 മിനിറ്റ് 2 മിനിറ്റിൻ്റെ അടുത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് സുടുമോനൊന്ന്
കണ്ണ് നമ്മളെ പെട്ടെന്ന് ഇങ്ങനെ നോക്കണുണ്ടെങ്കിലും അവന് മനസ്സിലാവണില്ല. പിന്നെ രണ്ടാമതൊന്ന് ആകെ കൂടി ഒന്ന് അങ്ങോട്ട് മൊത്തത്തിലൊന്ന് തളർന്നു കേട്ടോ അവനങ്ങോട്ട്. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കൊടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് ഉഷാറായി തുടങ്ങിയിട്ടാ. അങ്ങനെ ഒരു 2 ദിവസം മുൻപ് അങ്ങനെ വന്നായിരുന്നു സുടുമോന്. ഞങ്ങൾക്കത് കാരണം കൊണ്ട് ഇപ്പോൾ സുടുമോനെയും കൊണ്ട് പോയില്ലെങ്കിൽ നമുക്ക് ആകെ ഒരു വിഷമം. പിന്നെ നമ്മളത് ഇവിടെ കെടുത്തി പോകാൻ നമുക്കൊരു ധൈര്യമില്ല, അച്ഛൻ്റെ അടുത്തായാലും അമ്മയുടെ അടുത്തായാലും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ തന്നെ സുടുമോനെയും കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ